എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ഫാമിലി മിനിറ്റ്സ്. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് എല്ലാവർക്കും അറിയാലോ, റൈസ് കുക്കറാ. റൈസ് കുക്കറോട് ചോറ് മാത്രം അല്ല വെക്കാൻ പറ്റുക. റൈസ് കുക്കറോട് പല പല യൂസ് ഉണ്ട്. അതിൽ കുറച്ച് യൂസേജ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോലെ. അപ്പോൾ ആദ്യത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറ് അടുപ്പത്ത് വെക്കുക. അത് തിളച്ച് വരുമ്പോൾ നേരെ നമ്മളത് റൈസ് കുക്കറിൽ വെക്കുക. എന്നിട്ട് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ നല്ല കടയിൽ നിന്ന് മേടിക്കുന്ന അരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ അത്ര മതി. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ചോറ് റെഡിയാകും. പിന്നത്തെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വൈകുന്നേരം ഇപ്പോൾ എല്ലാവർക്കും ചായ വെക്കും. അപ്പോൾ നേരം വൈകി വരുന്ന ടീമുകളൊക്കെ ഉണ്ടാവും. ആ ടീമുകൾക്ക് ചായ നമ്മൾ വീണ്ടും തിളപ്പിച്ച് കൊടുക്കണ്ടേ. അപ്പോൾ നോക്കിയേ, ആ ചൂടുള്ള ചായ അങ്ങനെ തന്നെ ഒരു കപ്പിലാക്കിയിട്ട് ഏതെങ്കിലും പാത്രത്തിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂടോട് കൂടി കുടിക്കാൻ പറ്റും. അടുത്തതെന്ന് വെച്ചാൽ പച്ചക്കറികളൊക്കെ നുറുക്കിയിട്ട് നമ്മൾ സാധാ ഗ്യാസുമ്മലല്ലേ വഴറ്റാറ്. അതിന് പകരം ഈ ചോറിൻ്റെ മേലെ ഒന്ന് കയറ്റി വെക്കുക, എന്നിട്ട് മൂടി വയ്ക്കുക. എന്നിട്ട് എപ്പോഴാണോ നമ്മൾ ചോറ് എടുക്കണേ അപ്പോൾ നമ്മൾ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് പച്ചക്കറി തോട്ടത്തിലുണ്ടായിരുന്ന പച്ചക്കറി അരിഞ്ഞ് ഞാൻ ചോറിൻ്റെ മേലെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലെ ഒരു പാത്രത്തിലാക്കിയിട്ട് അടച്ചു വെച്ചു. എന്നിട്ട് ഇത്തിരി കഴിഞ്ഞ് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് തുറന്നു നോക്കിയേ പച്ചക്കറി നമ്മളെ ഉരുളൻകിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് മേലെ ഇട്ടിട്ട് ഇപ്പോൾ ഒരു 15-20 മിനിറ്റോളം എന്തായാലും ഉരുളൻകിഴങ്ങ് ഒന്ന് വാടാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടി വരും. പക്ഷേ ഇതിൽ നോക്കിയാൽ സിമ്പിളായിട്ട് നമുക്ക് കിട്ടി. നമ്മുടെ പണികൾ അത്ര എളുപ്പത്തിൽ കഴിയും. അപ്പോൾ തലേ ദിവസം അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ, ജോലിക്ക് പോകുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യുക. ഇപ്പം ഞാൻ കണ്ട ചോറും വെന്തു, നമ്മുടെ കറിക്കുള്ള പച്ചക്കറിയും വെന്തു. ഇനി നേരിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടാൽ മതി. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് എണ്ണയിലിട്ട് വഴറ്റി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡി. അത്ര തന്നെ കേട്ടോ. അപ്പോൾ ജോലിക്കാർക്കൊക്കെ ഇതൊരു യൂസ്ഫുള്ളായ ടിപ്പാണ്. തലേ ദിവസം പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ട് നേരെ റൈസ് കുക്കറിൽ തലേ ദിവസം ചോറ് വെച്ചേക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ. ഇപ്പോൾ ഞാനൊക്കെ തലേ ദിവസം വെച്ചേക്കുക ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനത്തെ ട്രിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യട്ടോ. അപ്പോൾ റൈസ് കുക്കറിന്റെ ഉപയോഗങ്ങൾ കണ്ടില്ലേ. റൈസ് കുക്കറോട് നമുക്ക് ചോറ് വെക്കാൻ മാത്രമല്ല കറി വെക്കാം. കറിക്ക് പച്ചക്കറികൾ അരിഞ്ഞ് അത് വേവിക്കാം. പിന്നെ എന്താ ചായ ചൂടാറാണ്ട് ഇതിൽ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് തുറന്നു നോക്കുമ്പോൾ നമുക്ക് ചൂടുള്ള ചായ കുടിക്കാം. പിന്നെ ചൂടുള്ളതിന്റെ മാത്രമല്ല റൈസ് കുക്കറിന്റെ ഉപയോഗം. നമുക്കിനി ഐസ്ക്രീം മേടിച്ചു. ഇപ്പോൾ ഫ്രിഡ്ജിൽ ഇപ്പൊ കറണ്ട് പോയി വിചാരിക്കുക. അപ്പൊ ഐസ്ക്രീം മെൽറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ റൈസ് കുക്കർ തുറന്ന് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് നമ്മുടെ ഐസ്ക്രീം അതിൽ വെച്ച് നോക്കിയേ അലിയില്ല. അപ്പൊ ഐസ്ക്രീം അങ്ങനെ അലിയാണ്ട് കിട്ടും. അപ്പൊ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിട്ട്. എല്ലാവരും വീട്ടിൽ എന്തായാലും റൈസ് കുക്കർ ഉണ്ടാവില്ലേ. അപ്പൊ ഞാൻ ഈ കാണിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. 100% റിസൾട്ട് ഉറപ്പാ.